യഥാർത്ഥത്തിൽ ഗവൺമെന്റിന്റെ കൂടി എതിർകക്ഷിയായി, ഗവൺമെന്റ് കക്ഷിയായിരുന്നില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഗവൺമെന്റ് കക്ഷിയായിരുന്നില്ല കേസിൽ. അപ്പോൾ ഗവൺമെന്റാണ് പ്രധാന റെസ്പോണ്ടൻസ്. ആ വിധി വായിച്ചപ്പോൾ അറിയാലോ. അതിനകത്ത് 4 കേസുകളും തള്ളണം എന്നതായിരുന്നു ഗവൺമെന്റിന്റെ ശരിയായ നിലപാടെങ്കിൽ 2 തരത്തിൽ സ്വീകരിക്കും. ഒന്ന്, ഞങ്ങൾ ഈ എടുത്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ശരിയാണ്, 2 എണ്ണം ഒഴിച്ചിട്ടത് സുപ്രീം കോടതി ഈ കേസ് പരിഗണിച്ച് അവസാന വിധി വന്നിട്ടില്ല. അതിൽ ഞങ്ങൾ സുപ്രീം കോടതിയിൽ എടുത്തിട്ടുള്ള നിലപാട് മുസ്ലിം വിഭാഗത്തിന്റെ ഇസ്ലാമിക മതവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ നോൺ മുസ്ലിമിന് അവിടെ പ്രാതിനിധ്യം പാടില്ല. ഏത് ഗവൺമെന്റ്, കഴിഞ്ഞ ഗവൺമെന്റ് എടുത്തെങ്കിലും അതേ സ്റ്റാൻഡാണ് മുസ്ലിം ലീഗ് എടുത്തിരുന്നത്. ആ നിലപാട് ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ്, ഗവൺമെന്റിനുള്ളത് കൊണ്ടാണ് ഞങ്ങൾ 2 ഒഴിവുകൾ ഇട്ടിട്ട് നിയമനം നടത്തിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് അത് സുപ്രീം കോടതി വിധി വരുന്നത് വരെ ഇത് അംഗീകരിക്കണം, ഈ ഹർജികൾ തള്ളണം, ഇതാണ് ആവശ്യപ്പെടേണ്ടത്. 2 ഹർജികൾ തള്ളാൻ ആവശ്യപ്പെടാം. ഹർജിക്കാരൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഞങ്ങൾ ഇതാ അനുസരിക്കുന്നു. അപ്പോൾ പിന്നെ ഹർജി നിലനിൽക്കുന്നില്ല, അത് അംഗീകരിച്ചിട്ടാണ്. പിന്നെ ശ്രീ കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ തന്നെ അവരുടെ പാർട്ടി സെക്രട്ടറിയും ശ്രീ ഷംസുദ്ദീനും പറഞ്ഞത് നോൺ മുസ്ലിംസിനൊന്നും ഉൾപ്പെടുത്തുന്ന കാര്യം ഞങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടേ ഇല്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇവർ സമർപ്പിച്ചിട്ടുള്ള ഇതിനകത്ത് നോക്കുമ്പോൾ വളരെ കൃത്യമായി തന്നെ പെറ്റീഷനേഴ്സിന്റെ ആവശ്യങ്ങളും കൂടി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. 4 പെറ്റീഷൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട് ഈ സെക്ഷൻ 14 അനുസരിച്ച് കംപ്ലൈ ചെയ്യുന്നില്ല എന്നതാണ് പരാതി. അതിൽ ഇറ്റ് ഈസ് കണ്ടന്റഡ് ദാറ്റ് 2 non-Muslims as provided under the second proviso, 1 Shia and 1 other backward classes among Muslim community provided under the third proviso, 1 each from Bohra and Hakamai communities, which are to be nominated as per the 4th proviso of subsection 1 of section 14 is not represented in the Waqf board. ഇതാണ് അവർ തന്നെ എടുത്തു പറയുന്ന ഹർജി. അപ്പോൾ ഇത് അറിഞ്ഞില്ല എന്നുള്ളതല്ല. ഇത് പരിഗണിച്ചിട്ട് എന്ത് പറയുന്നു? ടേക്കിംഗ് നോട്ട് ഓഫ് ആൾ ദ അബവ് ഫാക്ട്സ് and infirmities, the government is prepared to reconstitute the board strictly in compliance with the mandate of section 14. അപ്പോൾ നോൺ മുസ്ലിംസിന്റെ കാര്യം ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല എന്ന് പറയുമ്പോൾ എങ്ങനെയായി ഇന്നത്തെ കാലത്ത് ഇതൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും? എല്ലാം പബ്ലിക് ഡൊമൈനിൽ ഉണ്ടല്ലോ. ഇപ്പൊ നോൺ മുസ്ലിമിനെ ഉൾപ്പെടുത്താത്തത് ഉൾപ്പെടെ വഖഫ് നിയമത്തിന്റെ 14-ാം വകുപ്പിന് വിരുദ്ധമാണ് എന്ന ഹർജിയുടെ കാര്യം പരിഗണിച്ചുകൊണ്ട് ആ 14-ാം വകുപ്പ് എന്താണോ പറയുന്നത് അത് സ്ട്രിക്ട്ലി ഇൻ കംപ്ലൈൻസ് വിത്ത് ദ മാൻഡേറ്റ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും 14-ാം വകുപ്പ് അനുസരിച്ച് ബോർഡ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശ്രീ കുഞ്ഞാലിക്കുട്ടി എന്താ പറയുന്നത്? ഇത് നിങ്ങളെടുത്ത് നിലപാടെടുത്തു കഴിഞ്ഞില്ലേ? ആ നിലപാട് മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ എടുത്ത നിലപാടിനെതിരല്ലേ? ആ നിലപാട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ പാർലമെന്റിനകത്ത് എടുത്ത നിലപാടിന് വിരുദ്ധല്ലേ? ആ നിലപാട് കേരള ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാടിനെതിരല്ലേ? അങ്ങനെയല്ലേ സുപ്രീം കോടതിയിലെ കേസ് തന്നെ നള്ളിഫൈ ചെയ്യുന്ന രൂപത്തിലേക്ക് മാറിയത്? ഇത് അതീവ ഗൗരവമായ പ്രശ്നം വന്നപ്പോൾ ഞാനിപ്പോൾ ഇത്രേ പ്രതികരിക്കുന്നുള്ളൂ. എത്ര സമർത്ഥമായ ഒളിച്ചോട്ടമാണ് മുസ്ലിം ലീഗ് നടത്തുന്നത്. മുസ്ലിം സമുദായത്തെയും മതന്യൂനപക്ഷത്തെയും മതനിരപേക്ഷതയും പൂർണ്ണമായി വഞ്ചിച്ചുകൊണ്ടുള്ള നിലപാട് UDF ഗവൺമെന്റ് എടുത്തിരിക്കുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഇതിനടിയിൽ ഒപ്പിട്ടിരിക്കുന്ന ആള് ലീഗിന്റെ നോമിനിയായിട്ടുള്ള PM സനീർ, സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ ടു AAG, അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ. അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ലീഗിന്റെ നോമിനിയാണ്. ആ ലീഗിന്റെ നോമിനിയായ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ലീഗിന്റെ നോമിനിയായ സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ. അപ്പോൾ സ്വാഭാവികമായിട്ട് സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ തയ്യാറാക്കുന്നത് അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ വെറ്റ് ചെയ്ത് അവിടെ സമർപ്പിക്കുമ്പോൾ അപ്പോൾ ലീഗ് അറിയാതെയാണോ, വകുപ്പ് മന്ത്രി അറിയാതെയാണോ ഞങ്ങൾ പൂർണ്ണമായിട്ട് നോൺ മുസ്ലിമിനെ കൂടി ഉൾപ്പെടുത്തുമ്പോൾ സ്ട്രിക്റ്റ്ലി ഇൻ കംപ്ലൈൻസ്? പിന്നെ ശ്രീ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ഇനി പുനഃസംഘടിപ്പിക്കുമ്പോഴല്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഈ 14-ാം വകുപ്പിന്റെ വ്യവസ്ഥകൾ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് ബോർഡ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമെന്ന് ഗവൺമെന്റ് ഹൈക്കോടതിയിൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു. ആ സ്റ്റേറ്റ്മെന്റ് 2ാം റെസ്പോണ്ടന്റ് ചീഫ് സെക്രട്ടറി ഇത് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഒരു കേസിൽ നിലപാട് ഹൈക്കോടതി എടുത്തു കഴിഞ്ഞാൽ ഏത് ഉദ്യോഗസ്ഥൻ ഇനി ഉത്തരവ് ഇറക്കി കഴിഞ്ഞാലും കോടതി ലക്ഷ്യമല്ലേ? കോടതിയിൽ കൊടുത്ത നിലപാട് 14-ാം വകുപ്പ് പൂർണ്ണമായും അതിന്റെ മാൻഡേറ്റ് അനുസരിച്ച് പുനഃസംഘടിപ്പിക്കും. അത് ഹൈക്കോടതി എടുത്ത് ഹൈക്കോടതി ഓർഡറിൽ ആദ്യത്തെ പാരഗ്രാഫിൽ വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പൊ ഏത് റീകോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തിനെ കുറിച്ചാണ് ശ്രീ കുഞ്ഞാലിക്കുട്ടി പറയുന്നത്? ഇത് UDF പൂർണ്ണമായും BJP താല്പര്യത്തിന് വഴങ്ങിയിരിക്കുന്നു. ആ ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടിയിരിക്കുന്നു. ഇത്രയും പ്രകടമായി എങ്ങനെയാണ് ഈ ഗവൺമെന്റിന് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നത് എന്നത് കേരളീയ സമൂഹം പരിശോധിക്കേണ്ടതുണ്ട്. അതാണ് അത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്.
സാങ്കേതികമായിട്ട് ഇതിപ്പോൾ സാധിക്കുന്നതാണോ? സുപ്രീം കോടതി നിയമം അടക്കം വന്നിരിക്കുകയല്ലേ, അപ്പം സർക്കാരിന് അതിൽ എത്രത്തോളം ഇടപെടൽ നടത്താൻ സാധിക്കണം വഖഫ് ബോർഡിൽ? അല്ല, നമ്മൾ ആദ്യം തമിഴ്നാട് ചെയ്തിട്ടാണ് നമ്മളും ചെയ്യുന്നത്. ഇതിൽ സെക്ഷൻ 22 പറയുന്നുണ്ട്, വഖഫ് ബോർഡിൽ ഒരു വേക്കൻസി ഉണ്ടെങ്കിലോ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫക്റ്റ് ഉണ്ടെങ്കിലോ നയപരമായ തീരുമാനങ്ങളും അതിന് നടപടികളൊന്നും അസാധുവാക്കപ്പെടില്ല. അതുകൂടി വച്ചിട്ടാ ഇവിടെ വാദിക്കണമായിരുന്നു. അത് തീരുമാനിക്കട്ടെ. പിന്നെ നമുക്ക് പറയേണ്ടത് കോടതി തീരുമാനിച്ചോട്ടെ. സുപ്രീം കോടതിയിൽ കേരളം ഈ പൊസിഷൻ എടുത്തിരിക്കുകയാണ്. ആ പൊസിഷന് ഘടകവിരുദ്ധമായി ഹൈക്കോടതിയിൽ ഒരു നിലപാട് സ്വീകരിച്ച കഴിഞ്ഞാൽ പിന്നെ സുപ്രീം കോടതിയിൽ ആ കേസ് പോയില്ലേ? കേരളത്തിന്റെ നിലപാട്, കേസ് മറ്റു ആളുകളൊക്കെ ഉണ്ടായിരിക്കും, കേരളത്തിന്റെ നിലപാട് പോയില്ലേ? അപ്പോ ഇത് നിയമമാണ് ശരി, പക്ഷെ ഇത് സുപ്രീം കോടതി പരിഗണിക്കുന്നു. അവിടെ കേരളത്തിന്റെ പൊസിഷൻ ഇതാണ്. ആ പൊസിഷൻ അനുസരിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ പ്രേയമുള്ളത് സുപ്രീം കോടതിയുടെ വിധി വരുന്നത് വരെ ഇത് ഈ സംവിധാനം പോകാൻ അനുവദിക്കണം. അത്രയും പറയണ്ടേ കോടതിക്കകത്ത്? കോടതി തീരുമാനിക്കട്ടെ മറ്റു വശങ്ങൾ നോക്കിയിട്ട്. അതിനു പകരം നേരെ ഞങ്ങൾ പൂർണ്ണമായിട്ട് നോൺ മുസ്ലിമിനെ കൂടി ഉൾപ്പെടുത്താം. സ്ട്രിക്ട്ലി ഇൻ കംപ്ലൈൻസ് എന്ന് പറഞ്ഞാൽ ഇനി ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഇതിന് വിരുദ്ധമായി ഉത്തരവ് പുറപ്പെടുവിച്ചാൽ കോടതി ലക്ഷ്യത്തിന് നേരെ പോയി നിൽക്കേണ്ടി വരില്ലേ? ഏത് സെക്രട്ടറിന് ഒപ്പിടും? ഇവർ പറയുന്ന പോലെ ആരും ഒപ്പിടാണ്ടാവും, നേരെ കോടതി ലക്ഷ്യത്തിന് അടുത്ത് പോവില്ലേ? ഇങ്ങനെ കേരളത്തെ ഒറ്റുകൊടുത്ത ഒരു സമീപനം മുസ്ലിം ന്യൂനപക്ഷത്തെയും മതന്യൂനപക്ഷത്തെയും ഒറ്റുകൊടുക്കുകയല്ലേ ശരിക്കും അവർ ചെയ്തത്? ഗവൺമെന്റ് പൊസിഷൻ എന്തായിരുന്നു? ഈ വഖഫ് മതപരമായിട്ട് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് നോൺ മുസ്ലിംസിന് അവിടെ ഉൾപ്പെടുത്തേണ്ടതില്ല, യുക്തിരഹിതമാണ് എന്നതാണ് ഗവൺമെന്റ് നിലപാട്. അപ്പൊ ഇവരുടെ നിലപാട് ഇപ്പൊ എന്താ? മതവിശ്വാസത്തിന്റെ കാര്യത്തിലായാലും മറ്റുള്ളവർ വന്ന് തീരുമാനം എടുത്തോട്ടെ. ഞാൻ ഇന്നലെ കോഴിക്കോടും പറഞ്ഞു, ഈ 14-ാം സെക്ഷൻ അനുസരിച്ച് വേണമെങ്കിൽ വഖഫ് ബോർഡിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ മൈനോറിറ്റി ആകാം. കാരണം നേരത്തെ പാർലമെന്റ് അംഗം മുസ്ലിം ആകണം, ഇപ്പൊ വ്യവസ്ഥയില്ല. MLA മുസ്ലിം ആകണം, വ്യവസ്ഥയില്ല. ഈ ഫിനാൻസ്, സോഷ്യൽ, ഈ മേഖല എക്സ്പെർട്സ് 2 പേർ മുസ്ലിം ആകണം, ആ വ്യവസ്ഥയില്ല. 3 പേർ മുസ്ലിം ആകണം. അത് പറഞ്ഞ അവരല്ല, മുസ്ലിം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ആളെ വയ്ക്കാന്ന. 2 നോൺ മുസ്ലിം മാൻഡേറ്ററി. അപ്പോൾ മൈനോറിറ്റി ആകാൻ കൂടി സാധ്യതയുള്ള ഒന്നാണ്. അതിനകത്ത് പൂർണ്ണമായും ഇങ്ങനെ നിലപാട് സ്വീകരിച്ചിട്ട് ആ ചോദ്യം വരുമ്പോൾ ഒഴിഞ്ഞു മാറുന്നത് സമുദായത്തെ മാത്രമല്ല കേരളത്തെ തന്നെ വഞ്ചിക്കുന്ന സമീപനമാണ്. ഏജിക്കൊക്കെ അങ്ങനെ സ്വതന്ത്രമായ നിലപാടെടുക്കാൻ പറ്റുമോ? അത് തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള നിലപാടാണെന്നും ഇത് BJPയുടെ പ്രീതി കിട്ടാൻ വേണ്ടിയുള്ള നിലപാട്. ഇപ്പൊ ഏത് നിലപാടെടുക്കുന്നത്? അവരുടെ നിലപാടല്ലോ കോടതി പറയുന്നത്. ഏത് നിലപാടാണ്? ലീഗിന്റെ അഭിഭാഷകൻ ഒപ്പിട്ട് കൊടുത്ത്, ലീഗിന്റെ നോമിനി ആയിട്ടുള്ള അഭിഭാഷകൻ ഒപ്പിട്ട് കൊടുത്തതിനകത്തല്ലേ ഞങ്ങൾ പൂർണ്ണമായി നോൺ മുസ്ലിമിന് ഉൾപ്പെടുന്ന ആ ഫുള്ളി അത് സ്ട്രിക്ട്ലി ഇൻ കംപ്ലൈൻസ് എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത്? അത് ഏതെങ്കിലും ഏജിക്ക് പറ്റുമോ? അതൊരു നിലപാടല്ലേ ഗവൺമെന്റ് ഇപ്പോഴത്തെ. അതിൽ നാം കാണേണ്ട ഭാഗം എന്തിനവരത് പറഞ്ഞു? ഒന്ന്, BJP പ്രീതിപ്പെടുത്താം. 2, ഇവരുടെ ആരെങ്കിലും ബോഡി കൊണ്ടുവരണം. ഇത്ര താല്പര്യമുള്ളവർക്ക്, സമുദായത്തിന്റെ താല്പര്യമില്ല, മതന്യൂനപക്ഷ താല്പര്യമില്ല. ആ പ്രശ്നം മാത്രമാണ് ഇവർ ഇതിനകത്ത് കാണുന്നത്. മുഖ്യമന്ത്രിയല്ലേ നിയമമന്ത്രി? നിയമമന്ത്രി അറിയാതെ ഇപ്പോ ലീഗിന്റെ ചിലർ പറയുന്നത് ഫയൽ ചെയ്തിട്ട് AG-യാണ് ഹാജരായിരിക്കുന്നത്. അഡീഷണൽ AG അല്ല ഹാജരായിരിക്കുന്നത്. അഡീഷണൽ AG-യുടെ സ്പെഷ്യൽ ഗവൺമെന്റ് അറ്റാച്ച് ചെയ്ത സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറാണ് ഒപ്പിട്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും. എന്നാൽ ആ ഉത്തരവ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിരിക്കുന്ന വഖഫിന്റെ സെക്രട്ടറിയാണ്, ഗവൺമെന്റ് അമ്മത്തെ കഴിഞ്ഞ ആ സെക്രട്ടറിയാണ്, ഇപ്പോഴാ സെക്രട്ടറി തന്നെയാണ്. ഇത് അദ്ദേഹത്തിന് ഇത് വ്യത്യസ്തമായിട്ട് ഓർഡർ ഇറക്കാൻ പറ്റും? ഓർഡർ ഇറക്കി വീണ്ടും കോടതി ലക്ഷ്യത്തിന് പോയി അവിടെ നേരിട്ട് ഹാജരാകേണ്ട പ്രശ്നത്തിൽ ഇനിയും നേരിടേണ്ടി വരില്ലേ? ഇന്നലെ മന്ത്രി കുഞ്ഞാലിക്കുട്ടി ഒരു ഫോട്ടോ പുറത്തുവിട്ടിരുന്നു. അതായത് ടാറ്റയുടെ പ്രതിനിധികൾ ഈ സർക്കാർ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നിയമസഭാ സമ്മേളന കാലത്ത് മുഖ്യമന്ത്രിയുമായും വ്യവസായ മന്ത്രിയുമായും ചർച്ചകൾ നടത്തുന്നു. പദ്ധതി മുന്നോട്ട് പോകുന്നതെന്നാണ് കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. അത് നല്ല കാര്യമാണല്ലോ. നാം കാണേണ്ടത്. ഞാൻ 2 ചിത്രവും നിങ്ങൾ ഈ പത്രക്കാർ കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ, അതെ ഈ ചിത്രമാണ് അതിൻ്റെത്. ഇതാണ് ശശാങ്ക് CEO. ഈ ചിത്രമാണ് നമ്മൾ ഒപ്പിട്ടത്. ഇതാണ് ശശാങ്ക് CEO. എന്നുവെച്ചാൽ അതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും എന്താ സംഭവിച്ചേ? ഞാൻ നേരത്തെ പറയുമ്പോൾ എന്നെ അധിക്ഷേപിക്കാനല്ലേ നോക്കി. മുഖ്യമന്ത്രിയാകണം. മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി ആധികാരികമായിട്ട് വേണം സംസാരിക്കാൻ. കാരണം മുഖ്യമന്ത്രിയുടെ വാക്കുകൾ അത് ഗവൺമെന്റിന്റെ വാക്കുകളാണ്. പ്രതിപക്ഷ മേധാവിന്റെ അഭിപ്രായം അദ്ദേഹം നേരത്തെ പ്രകടിപ്പിച്ചത് എന്തും ശക്തമായി വിയോജിച്ചാലും പറഞ്ഞാലും അത് പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം മാത്രമാണ്.
ഇപ്പോ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ പറയുന്ന ഓരോ വാക്കും കോൺഗ്രസിന്റെ വാക്കല്ല, UDFന്റെ വാക്കല്ല, വി ഡി സതീശൻ എന്ന വ്യക്തിയുടെ വാക്കല്ല. അദ്ദേഹം പറയുന്ന ഓരോ വാക്കും വാചകവും കേരളത്തിന്റെ വാക്കും വാചകമാണ്. അതിലേക്ക് അദ്ദേഹം ഉയർന്നാൽ ഈ പ്രശ്നം വരില്ല.